തുടക്കാറൊക്കെ ഉണ്ട് കണ്ടല്ലേ. ഫുഡ് ഇങ്ങനെ നല്ല തിളങ്ങ വീല് കണ്ടൂടെ. കേറൂലേട്ടാ ചാൻസ് ഇട്ടിട്ട തുറന്നില്ലേ. ഓയിൽ എത്ര കുറവുണ്ട്, പിന്നെ അത് വരുമോ ഓയിലിൻ്റെ ക്ലാരിറ്റി എല്ലാം കൂടി ചെക്ക് ചെയ്തിട്ട് ഓയിൽ കുറവുണ്ടെങ്കിൽ അത് ടോപ്പ് ചെയ്ത് കൊടുക്കാം. മാറ്റാനുള്ള അത്ര ഓയിൽ ഇപ്പം ഇതിലില്ല, കയ്യിലില്ല. കുറച്ച് കഴിഞ്ഞ് മാറ്റാനും ചെയ്യാം. പട്ടായി എൻ്റെ അജ്ജ് പോയിട്ടുണ്ട് ചെറുതായിട്ട്. അജ്ജ് പോയത് നീ 15 ഇട്ടതാവും. 14 കറക്റ്റുന്നുണ്ട്. 300 സ്റ്റിപ്പായിട്ടില്ല. എന്നിട്ട് ഇത്ര നീളം നഷ്ടം നീളുണ്ട്. പ്യൂറാട്ടാ ഓയിൽ ഉണ്ടല്ലേ. അന്നാള് ഊറ്റിപ്പോ ഇത്ര കൂടി കിട്ടിയില്ലേ. നോക്കിയേ പ്യൂറാ കണ്ണീരുമാരി തോന്നിയൊരു എണ്ണക്കല്ല് കണ്ട ഓയിൽ കണ്ട. എത്ര കിലോമീറ്റർ ഓടി? അത്യാവശ്യം ഓടിയുണ്ട്. ഓയിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഫ്രഷ് സാധനമാണ്, കത്തണും കാര്യങ്ങളൊന്നും ഇല്ല ഓയിലധികം. ഇതൊന്ന് താഴ്ത്തിക്കിട്ട വണ്ടി താഴ്ത്തിക്കാക്ക്. അതാ ഇതും കൂടെ ഒരഞ്ഞിട്ട് പോണു. ഓക്കെ, കുറച്ച് കുറവുണ്ട് തോന്നുന്നുട്ടാ. ഇത് നമ്മുടെ അടുത്ത കൃഷിക്കുള്ള ഐറ്റംസ് ആണ്. കൃഷി വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടാ. 2 ട്രേ വാങ്ങിച്ചിട്ടുണ്ട്. പോർഷെ ഇത് കഴിഞ്ഞ വീഡിയോയിലത്തെ സ്പ്ലെൻഡറില്ലേ, അതിൻ്റെ എഞ്ചിൻ നമ്മൾ ഫുള്ള് പണിതേൻ്റെ ബാക്കി ഭാഗങ്ങളാണിത്. പിന്നെ ഏകദേശം 400 മില്ലി ഉണ്ടാവും. ശരിക്കും 600 വേണം. 600 ഇതിൻ്റെ ലെവല് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 600 കണ്ട ഇവിടെ എഴുതിയുണ്ട് 0.6 0.6 ലിറ്റർ 600 ml. ഇതിൽ നോക്കുമ്പോൾ ഒരു 400 ml വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടേക്ക് എഞ്ചിൻ്റെ ഉള്ള അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ടാവും, വണ്ടി ഓടി വന്നല്ലേ. അപ്പോൾ വലിയ കത്തലും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇതയച്ചിട്ട് നമുക്ക് കാർബറേറ്റർ ഒന്ന് ട്യൂൺ ചെയ്യണം കേട്ടോ. വണ്ടി പണിത സമയത്ത് 200 കൂടി കിട്ടിയിരുന്നില്ല. ഇത് റെഡിയാക്കാളാട്ടാ. ഇത് കണ്ട ഇവിടെ ലീക്ക് ഉണ്ട്. അത് ഇതിൽ പേസ്റ്റ് വെക്കാണ്ടേ ലീക്ക് ഉണ്ട് അവിടെ. വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. വലിയ അലമ്പായിരുന്നു ആയിട്ടില്ല അങ്ങനെ ഓയില്. എന്നാലും നമ്മൾ ഓയിൽ മാറ്റാണ് കേട്ടോ. നോക്കിയപ്പോൾ കൂടി ഇരിക്കുന്നുണ്ട്. ഇതിൽ ഈ ഒരു ഓയിലാണ് നമ്മൾ ഒഴിക്കാറ്. ഇതിലൊരു 250 ഉണ്ട്. എവിടെയാ മറ്റേത്? ഇതിലൊരു 300 കൂടുതലുണ്ടാവും, 350 ഉണ്ടാവും. ഇപ്പോൾ 600 ഉണ്ടാവും എന്തായാലും. ഇത് രണ്ടും കൂടി ഒഴിക്കാം. മറ്റേത് എന്തായാലും ഇപ്പോൾ മാറ്റാം. ഇതെന്തായാലും മാറ്റാം. ലീക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേസ്റ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് മറ്റേ ഡ്രെയിൻ നെട്ടാ. ഡ്രെയിൻ നെട്ടിൽ പേസ്റ്റ് മറ്റേ ഒക്കെ ഇട്ടിട്ടാണ് വെക്കണേ. ഒരു സേഫ്റ്റി നല്ല നിലയിൽ. ഓയിൽ പോണു. ചെറിയൊരു ട്യൂണിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതിന് ദൂരണം ട്യൂൺ ചെയ്യാൻ. ട്യൂണിങ് ഉണ്ട്, സ്ലോ റണ്ണിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഊരിയുണ്ട്. ഇതിലാണ് സ്ലോ റണ്ണിങ്, ഇതാണ് എയർ സ്ക്രൂ. 2 പുതിയതാ, 2 എടുത്തോ. അപ്പോൾ പ്ലയറ്
600 മില്ലി 600 ml ആണ് അതിൻ്റെ അളവ്. ടൈറ്റ് ചെയ്തില്ലേ താഴത്ത്, അപ്പോൾ ഒഴിച്ചോ. ഇതിലെത്ര 240 ആ 250 ഉണ്ട്. ആ ഒഴിച്ചോ. ഓയിലല്ലേ നോക്കാം. അത് കളഞ്ഞോ, ലാസ്റ്റ് പോർഷൻ വേണ്ട, അതിൽ അടിഞ്ഞുണ്ടാവും. വേണ്ട. ഇതിലെത്ര ഉണ്ട് മറ്റേല്? ഇത് മൊത്തം ഒഴിക്കാല്ലേ? 250 ഇതിലൊരു 400 അല്ലേ? അപ്പൊ ഒരു 50 കുഴപ്പമില്ല. മൊത്തം ഒഴിച്ചോ. ഇതാണ് പ്യൂർ ഓയിൽ. മറ്റേലെന്താ വ്യത്യാസം ഉണ്ടല്ലേ, ചെറിയൊരു മറ്റേ ഓയിൽ എന്തോ നേരത്തെ ഒഴിച്ചത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് പ്യൂർ റെഡ് കളറാണ്. ഹെവി ഡ്യൂട്ടി ഓയിൽ ഒഴിക്കണേ. നമ്മളെ വണ്ടി നമ്മളൊഴിക്കണു. ചിരിച്ചോണ്ട് പിടിച്ചോ. ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നല്ലോ, അത് പോയില്ലേ? ക്ലച്ച് എങ്ങനെയാ അവസ്ഥ? ചെറിയൊരു ഇതുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. ഇത് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. ചെറിയൊരു സംഭവം കാണാണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ടോ നമ്മൾ എല്ലെങ്കിൽ ബോൾട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാം പട്ടണമൊക്കെ അല്ലെങ്കിൽ ആക്കിയിട്ടുണ്ട്. കാരണം ഇത് ഊരാനിടാനൊക്കെ സുഖമാണ്. മറ്റേതാകുമ്പോൾ ത്രെഡ് പോയി ഇങ്ങനത്തേക്ക് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. കിട്ടണതൊക്കെ മാറ്റി പോകും. സ്ക്രൂ ഡ്രൈവർ കുറേ ഇല്ലത് ഇതിൻ്റെയൊക്കെ മൂടിയത്. ഇതിൻ്റെ കുളക്കലായി. ചെറിയൊരു ഓക്കെ. ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടേ സ്ലോ റണ്ണിങ് കൊടുക്കുക.
ഓയിൽ ഒഴിക്കണമല്ലോ. മേടിക്കണം.